ഹായ് ഓൾ, നമുക്കിന്ന് SSLCയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയിലുള്ള നമുക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് ചെയ്തു നോക്കാം. ഇനി ഞാൻ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്, 10, 14, 18, എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 15ാം പദം എത്ര? ഫൈൻഡ് ദ 15th ടേം എന്നാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് മൂവ് ചെയ്യുക? അരിത്തമെറ്റിക് സീക്വൻസ് എന്നാൽ ചാടി 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 പോകുന്ന ഒരു സീക്വൻസ് അല്ലേ? എങ്ങനെയാ? 10ൽ നിന്ന് 4 കൂട്ടി 14ലേക്ക് എത്തി അല്ലെ? 10, 14, 18 എക്സെട്ര ആണ്. 10ൽ നിന്ന് 14ലേക്ക് ഒരു ചാട്ടം ചാടി, 4 കൂടി. 14ൽ നിന്ന് 18ലേക്ക് വീണ്ടും ഒരു ചാട്ടം ചാടി. ഓരോ ചാട്ടത്തിലും 4 വീതം അങ്ങനെ കൂടും. 4 വെച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഈ 4 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ശരിയല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ 15th ടേം എന്താണെന്നാണ് ചോദ്യം. എങ്ങനെയാ നമ്മൾ 15th ടേമിലേക്ക് 15ാമത്തെ പദത്തിലേക്ക് എത്താം? നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മള് ഒന്നാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്, രണ്ടാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്, മൂന്നാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ ടേമിൽ നിന്ന് നമ്മൾ ഒരു വലിയൊരു ചാട്ടം ചാടിയാൽ മതി അല്ലേ? ഓക്കെ. നമ്മൾ ഒന്നാമത്തെ ടേമിൽ നിന്ന് 15th ടേമിലേക്ക് എത്തണമെങ്കിൽ എത്ര ചാട്ടം ചാടേണ്ടി വരും? 1 നിന്ന് 15ലേക്ക് 14 ടൈംസ്, 14 തവണ ചാടേണ്ടി വരും. സോ 14 ടൈംസ് ജമ്പ് ചെയ്യാം. എടാ, ഒരു തവണ ചാടും എന്താ സംഭവിക്കാം? ഒരു കോമൺ ഡിഫറൻസ് കൂടുന്നല്ലേ പറഞ്ഞിന്? സോ 14 തവണ ചാടുമ്പോഴോ 14 കോമൺ ഡിഫറൻസ് കൂടും. സോ ഫസ്റ്റ് ടേമിനോട് 14 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 15th ടേമിലേക്ക് എത്താം അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരുന്നു? 10 പ്ലസ് 14 into common difference 4, so that is equal to 10 plus 56, that is equal to 66 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. 15th ടേം ആരാണ്? 66 ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് ഏത് ടേമും കണ്ടെത്താൻ പറ്റും. ഇനി അതിൽ ഒരു സബ് ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എന്താണ്? 2024 ഈ ശ്രേണിയിലെ ഒരു പദമാണോ? എന്തുകൊണ്ട്? ഈസ് 2024 a term of this arithmetic sequence? Why എന്നാണ് ചോദ്യം. നമുക്ക് പല രീതിയിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പല മെത്തേഡ് വെച്ച് പഠിച്ചവരുണ്ട്. ഞാൻ തൽക്കാലം ഒരു മെത്തേഡ് മാത്രം ഞാൻ പറയാം. ഓക്കെ. ഏതൊരാളും ടേം ആവണമെങ്കിൽ ടേം ഡിഫറൻസിനെ എന്ത് ചെയ്യാൻ കഴിയണം? പൊസിഷൻ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. പദവ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. പദവ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലേ അയാൾ അതിലെ ടേം ആണ്, പദമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് പദവ്യത്യാസം കണ്ടുനോക്കാം. എന്താ വ്യത്യാസം? ഡിഫറൻസ് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റേയാളെ കുറക്കുന്നതിനെയാണല്ലോ നമ്മൾ വ്യത്യാസം എന്ന് പറയാം. അപ്പൊ പദവ്യത്യാസം കാണാൻ 2024 ആണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതിൽ നിന്ന് ഞാൻ ഒരു ടേം, ഏതൊരു ടേമിനെ ഞാൻ സബ്ട്രാക്ട് ചെയ്തു. ഉദാഹരണത്തിന് 10നെ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ. സോ 10നെ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ പദവ്യത്യാസമായി, ടേം ഡിഫറൻസ് ആയി. അതിനെ കോമൺ ഡിഫറൻസ് ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. 2024 10 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടി? 2014 കിട്ടി. ഡിവൈഡ് ബൈ 4. നമുക്ക് 2014നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ. സോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 4s are എന്താണ് 20, ബാക്കി 1 ഉണ്ട്, ഒറ്റൊന്നും ഉണ്ടാവില്ല. 4 വന്നു. സോ 3 4s are 12, റിമൈൻഡർ 2. അതായത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടെന്ന് മനസ്സിലായി. Therefore it is not a term. ഓക്കെ, not a term, ഒരു പദം അല്ല എന്ന് പറയാൻ പറ്റും. പദാണെങ്കിൽ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ കഴിയണം. ആരെ? പദവ്യത്യാസത്തെ, ടേം ഡിഫറൻസിനെ. ക്ലിയർ? ആരോട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, കോമൺ ഡിഫറൻസ് കൊണ്ട്. ക്ലിയർ? അപ്പൊ 2 കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.